ഭാഭ ആറ്റമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞനായിരുന്ന ഇപ്പോൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനായ ഡോക്ടർ MP പരമേശ്വരനുമായി മുതിർന്ന പത്രപ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് നടത്തുന്ന അഭിമുഖ സംഭാഷണത്തിന്റെ 3-ാം ഭാഗം ഇപ്പോൾ കേൾക്കാം. 34 വർഷത്തോളം CPM-ലെ ഒരു സജീവ പ്രവർത്തകനായിരുന്ന താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു ദൃഷ്ടികോണിൽ നോക്കുമ്പോൾ ആ മാർക്സിസ്റ്റ് പാർട്ടി 2008 അമേരിക്കയുമായിട്ടുള്ള ആണവ കരാർ ഒപ്പിടുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് പിന്തുണ പിൻവലിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു പാർട്ടി ഇന്ന് കൂടംകുളത്തില് ഇത്രയും ഭയാനകമായ ഒരു പശ്ചാത്തലം ആണ് ആണവ റിയാക്ടർ സ്ഥാപിക്കുന്ന ആ സ്ഥലത്ത് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള ആൾക്കാർ, പരിസ്ഥിതി പ്രവർത്തകർ പറയുമ്പോഴും ഈ പാർട്ടി എന്തുകൊണ്ട് അത്രയും അങ്ങോട്ട് ശക്തമായി അതിന് പ്രതികരിക്കുന്നില്ല എന്ന് ഒരു തരം അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾ എന്താ പറയുന്നത്? കൂടംകുളം റിയാക്ടറിനെ പറ്റി സെപ്റ്റംബർ 6-ാം തീയതി ദേശാഭിമാനില് പ്രകാശ് കാരാട്ടിന്റെ വിശദമായ ഒരു ലേഖനം വന്നിട്ടുണ്ട്. പ്രകാശ് കാരാട്ടിന്റെ നിലപാട് എന്താണെന്ന് വെച്ചാല്, ഒന്ന്, കൂടംകുളം 15,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല, അത്രയും കാശ് ചെലവാക്കിയിട്ടുണ്ട്. അത് ഞാൻ ചോദ്യം ചെയ്യാണ്. എന്നുവെച്ചാൽ ഇനിയും അത് പ്രവർത്തനക്ഷമമാകണമെങ്കിൽ ഒരു 10,000 കോടി രൂപയുടെ സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ടിവരും. അതിനേക്കാളും നല്ലത് ആ 2 റിയാക്ടറുകൾ അടച്ചുപൂട്ടി അവിടെ ബോർഡിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പിന്നെ ആ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ഇറക്കുമതി ചെയ്ത റിയാക്ടറുകൾ വേണ്ട എന്നാണ്. അപ്പോൾ ദേശീയമായി നമ്മളുണ്ടാക്കുന്ന റിയാക്ടറുകളാണ് ചാവം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ആണവ ഊർജം ആകാമെന്നുള്ളത് തന്നെയാണ്. ആണവോർജം വേണ്ട എന്ന നിലപാടല്ല. അപ്പൊ ആണവോർജം വേണ്ട എന്നുള്ള നിലപാട് ഇല്ലാത്തതുകൊണ്ട് കൂടംകുളത്തിന് ആണവോർജം വേണ്ട എന്നുള്ള നിലയിൽ എതിർക്കാൻ അവർ തയ്യാറില്ല. മാത്രമല്ല, ഇത്രയും പണം ചെലവാക്കിക്കൊണ്ട് അത് വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് ആ പാർട്ടി. അതില് പാർട്ടിയിൽ തന്നെ പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങളിലൂടെയാണോ പാർട്ടിയിൽ തന്നെ ചില നേതാക്കൾ നീങ്ങുന്നത്? അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയിൽ ഒരു ഇതിനെപ്പറ്റി വേണ്ട പോലെ പഠിച്ച് ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതൊന്നുമില്ല. അതൊന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉദ്ദേശിച്ച മാതിരി VS അച്യുതാനന്ദൻ അങ്ങോട്ട് പോയതെന്തിനാന്നല്ലേ? VS അച്യുതാനന്ദൻ ജനകീയമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്, മുന്നിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതിന്റെ മുഴുവൻ വരുംവരായകളും പഠിച്ചതിന് ശേഷം അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹം ഇതിനെതിരായിട്ട് സമ്മേളനങ്ങളൊക്കെ പറയേണ്ടിയിരുന്നു. സമ്മേളനങ്ങളൊന്നും അദ്ദേഹം പറയാനായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ പോയത് ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണോ എനിക്കറിയില്ല. ശരി. ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. 2004 താങ്കൾക്കുണ്ടായിരുന്ന ഒരു തിക്താനുഭവം, 4-ാം ലോകത്തെക്കുറിച്ച് ഒരു പുസ്തകം താങ്കൾ എഴുതി. അത് ഒരു പക്ഷേ മാർക്സിസ്റ്റ് പ്രിൻസിപ്പിളിൽ നിന്ന് വിട്ട് ഒരു പക്ഷേ ഗാന്ധിയൻ പ്രിൻസിപ്പിളിലേക്ക് കടക്കുന്നു എന്നുള്ള ചില തോന്നലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 34 വർഷത്തോളം ഒരു സജീവ പ്രവർത്തനമായിരുന്ന താങ്കളെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് പാർട്ടി നിന്ന് പുറത്താക്കി. ആ ഒരു സംഭവത്തിന്